ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ തോലൊക്കെ വെച്ചിട്ട് ഇവരെന്തുവാണ് ഈ തുള്ളി തുള്ളി കാണിക്കുന്നത്. മക്കളെ, ഇതാണ് പള്ളിവേട്ട. നമ്മുടെ നാട്ടിലെ കിടിലം ഒരു ഉത്സവ കാഴ്ചയാണ് ഈ പള്ളിവേട്ട എന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ പള്ളിവേട്ട ഒരു ആഘോഷമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തൻകുളം രാവിളദേവി ക്ഷേത്രത്തിലെ പള്ളിവേട്ട നടക്കുന്ന ആ ഒരു ചടങ്ങിൻ്റെ കാഴ്ചയാണ്. കണ്ടില്ലേ, നല്ല വൈബാണ്, ഹോളി വൈബ്. കണ്ടില്ലേ, എല്ലാവരും എന്തൊരു വൈബിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് കണ്ട. നല്ലൊരു ആഘോഷമാണ് ഇത്. നമ്മുടെ വേടനായിട്ട് വേഷം കിട്ടിയ ആളാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ അമ്പലത്തിലെ ഒരു ശാന്തി പൂജാരി ആയിരിക്കും ഇത് കണക്ക് വേഷം കെട്ടി വരുന്നത്. അപ്പോൾ അതിന് ചുറ്റും നിന്ന് ഇവരെല്ലാം ഭയങ്കരമായിട്ട് ഈ തോലൊക്കെ എടുത്ത് തുള്ളി തുള്ളിയാണ് പോകുന്നത്. ഇതിൻ്റെ പുറകിലായിട്ട് 2 താലപ്പൊലിയും വരുന്നുണ്ട് കേട്ടോ. താലപ്പൊലിയും അമ്പലത്തിലെ വിളക്കും ഒക്കെ വരുന്നുണ്ട്. അത് പുറകിലാണ് വരുന്നത്. ഇവർ മുന്നിൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് എല്ലാവരും തോലൊക്കെ വെച്ച് നല്ല വൈബിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ പോകും. അവരിങ്ങനെ പുറകിൽ വരും. കണ്ടില്ലേ എന്തൊരു ഡാൻസ് നോക്കിയാണ്. പുള്ളിയുടെ കയ്യിലിരിക്കുന്ന 2 ഇത് കരിക്കാണ് കേട്ടോ. കരിക്കിൻ്റെ ഇതൊക്കെ വെച്ച് അമ്പും വില്ലൊക്കെ കൊണ്ടാണ് വരുന്നത്. ഒരു മാലയൊക്കെ ഇട്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ എനർജിയിലാണ്. അവിടെ തൊട്ട് അമ്പലം വരെ ഡാൻസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ ഇത് ഫുള്ള് കാണുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്. അത് നാളെ ഇറങ്ങും. അപ്പോൾ ഈ ഒരു ഫുൾ വീഡിയോയും കണ്ടിട്ട് സെക്കൻഡ് പാർട്ടും കാണണം. അത് ഉടനെ വരുന്നതായിരിക്കും. ഇടയ്ക്ക് നീല ഷർട്ടിട്ട പുള്ളി തളിക്കുന്നുണ്ട്. അത് തീർത്ഥമാണ്. പുള്ളി ആ ഡാൻസിൻ്റെ സ്റ്റെപ്പിട്ടാണ് തീർത്ഥം തളിക്കുന്നത്. കണ്ടില്ലേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അതാണ്ട് തീർത്ഥം തളിച്ച് കളിച്ച് വരുന്നുണ്ട് ആ നീല ഷർട്ട്. അത് നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കൂടെ നിൽക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് കണ്ടില്ലേ. നല്ല രസമാണ് ഇതിൻ്റെ കൂടെ വരെ. തീർത്ഥം ഡാൻസ് കളിച്ചാണ് ഈ തീർത്ഥം ഒഴിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഡാൻസും കളിച്ച് പോകാമെന്നുള്ള നല്ല വൈബാണ്.